ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ആയത്തുള്ള റുഹോള ഖമനയി 1979 ഫ്രാൻസിൽ നാടുകടത്തപ്പെട്ട നിലയിലായിരുന്നു അദ്ദേഹം. ആ ഫ്രാൻസിലെ എക്സൈൽ അവസാനിപ്പിച്ച് അദ്ദേഹം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിച്ചേർന്നതിൻ്റെ ഓർമ്മ ആചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു വലിയ ചടങ്ങിൽ ഇപ്പോഴത്തെ അലി ഖമനയി അദ്ദേഹം അതിൻ്റെ സാരഥ്യം വഹിക്കുവാൻ എത്തുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഈ ഖമേനി സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് US ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അതൊരു റീജിയണൽ കോൺഫ്ലിക്റ്റ് ആയിത്തീരും. അതൊരു US എവിടെയോ കിടക്കുന്ന ഒരു രാജ്യമാണ്, പക്ഷേ അത് റീജിയണൽ കോൺഫ്ലിക്റ്റ് ആവും എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ അലൈസിനെ, പ്രത്യേകമായിട്ടും ഇസ്രായേലാണ് അമേരിക്കയുടെ ഒന്നാമത്തെ അലൈ അവിടെ ഉള്ളത്. ഇസ്രായേൽ അടക്കമുള്ള അമേരിക്കൻ അലൈസിനെ ആക്രമിക്കും, അത് അറബ് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളെ ആക്രമിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സൗദി അറേബ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇപ്പം അദ്ദേഹമുള്ള ടർക്കിയിലാണ്. അപ്പം ഈ ടർക്കിയും ഖത്തറും സൗദി അറേബ്യയാണ് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരാണ്. അപ്പോൾ അവർ ഇറാൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള പെഷേസ്കിയാനെ കോണ്ടാക്ട് ചെയ്യുകയും നിരന്തരമായ സംസാരം നടക്കുന്നുണ്ട്. നിരന്തരമായി സംസാരിക്കുകയും എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു ശ്രമത്തിൻ്റെ ധൈര്യത്തിലാണ് ഈ ഖമനയി ഈ മാളത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ധൈര്യപ്പെടുന്നത്. അദ്ദേഹം ഒരു തരത്തിലും മുൻകൂട്ടി അവിടെ വരുമെന്ന് പറഞ്ഞിരുന്നില്ല. കാരണം ഇസ്രായേലിൻ്റെ മൊസാദ് ഇറാനിൽ മൊത്തമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും ഒക്കെ ഈ മീഡിയേഷൻ നടക്കുന്നത് കൊണ്ട് ഇന്ന് എന്തായാലും വെടിപൊട്ടുകയില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം പുറത്തു വന്നത് എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും ശരി, ഈ വക പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലൂടെ മിലിറ്ററി പ്രിപ്പയർഡ്നെസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്.